ഹായ്. അപ്പോൾ ഇന്ന് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ തന്നിട്ടുള്ള SCERT ചാപ്റ്റർ എന്ന് പറയുന്നത് മൂലകങ്ങളും സംയുക്തങ്ങളും, അതായത് ബേസിക് സയൻസ് പാർട്ട് 1, 8ാം ക്ലാസ്സിലെ പാർട്ട് 1ലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അതിലെന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഒരു ശുദ്ധപദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ. അപ്പൊ എന്താണ് തന്മാത്രകൾ എന്ന് പറഞ്ഞാല് ഒരു ശുദ്ധപദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്രകൾ. ഒന്നുകൂടെ പറയാം. ഒരു ശുദ്ധപദാർത്ഥം എടുത്താൽ ആ ശുദ്ധപദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉണ്ട്, അതുപോലെ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയും, അതായത് ഒറ്റക്ക് നിൽക്കാൻ കഴിയും, സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മഗ്നീഷ്യം ഇടുക. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിൽ എന്ത് ചെയ്യുക, കുറച്ച് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മഗ്നീഷ്യം ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് കത്തുന്ന ഒരു ചന്ദനത്തിരി കാണിക്കാൻ പറഞ്ഞു. അതിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടായ വാതകം ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ഹൈഡ്രജൻ ആണ്. ഓക്കെ, അതായത് മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. അപ്പൊ പ്രവർത്തന ഫലമായി ഉണ്ടായ വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇനി ഈ പരീക്ഷണത്തിൽ ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് ജലമുണ്ടാകുന്നു. ഈ പരീക്ഷണത്തിൽ ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു? ജലമുണ്ടാകുന്നു. അല്ലെ, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് ജലമുണ്ടാകുന്നത്, നമുക്കറിയാം, H2O അല്ലെ. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ആരാണ്? ജലം എന്ന് പറയുന്നത് ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അതൊന്ന് ഓർത്തു വെക്കുക, ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു ജലത്തിന്റെ ഘടകങ്ങളെ കുറിച്ചുള്ള അറിവിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത്. ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു ജലത്തിന്റെ ഘടകങ്ങളെ കുറിച്ചുള്ള അറിവിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത്. ഓക്കെ, അപ്പം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ജലമുണ്ടാകുന്നത്. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഇനി സർ ഹംഫ്രി ഡേവി 1806 സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനും ആയി വിഘടിപ്പിക്കാമെന്ന് കണ്ടെത്തി. ഏത് വർഷം? 1806 സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിപ്പിക്കാമെന്ന് കണ്ടെത്തി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ആറ്റത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങൾ ഉള്ളതുമായ ഏറ്റവും ചെറുതുമായ കണങ്ങളാണ് തന്മാത്രകൾ. ഓക്കെ, എന്താണ് തന്മാത്രകൾ? പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങൾ ഉള്ളതുമായ ഏറ്റവും ചെറുതുമായ കണമാണ് തന്മാത്രകൾ. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പൊ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. അതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഈ ആറ്റങ്ങൾ കൊണ്ടാണ്. വിഭജിക്കാൻ കഴിയാത്ത എന്ന അർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. എന്തിൽ നിന്നാണ്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക്. അതിന്റെ അർത്ഥം എന്താ പറയുന്നത്? വിഭജിക്കാൻ കഴിയാത്തത്. എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന സിദ്ധാന്തം ഡെമോക്രിറ്റസ് മുന്നോട്ട് വെച്ചു. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും
വിഭജിക്കാൻ പറ്റാത്ത സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന സിദ്ധാന്തം ഡെമോക്രിറ്റസ് മുന്നോട്ട് വച്ചു. ആറ്റത്തിന്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായി 1807 ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഡെമോക്രിറ്റസ് എന്തായത്, എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന സിദ്ധാന്തം മുന്നോട്ട് വച്ചു. ആറ്റത്തിന്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായി 1807 ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഡാൾട്ടന്റെ ആറ്റം സിദ്ധാന്തം ആധുനിക രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ്. ഡാൾട്ടന്റെ ആറ്റം സിദ്ധാന്തം എന്ന് പറയുന്നത് ആധുനിക രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ്. അപ്പൊ ആറ്റമിക സിദ്ധാന്തം വർഷം ഓർത്തു വെക്കുക, 1807 ജോൺ ഡാൾട്ടൺ. ഓക്കെ, പിന്നെ ആറ്റമോസ് എന്താണ്, വിഭജിക്കാൻ കഴിയാത്ത എന്നർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം ഉണ്ടായത്. അതൊക്കെ ഒന്ന് ഓർത്തു വച്ചേക്കുക. ഇനി എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമാണോ? അല്ല, അല്ലെ? രാസപ്രവർത്തന വേളയിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. ആറ്റത്തെ നിർമ്മിക്കാനോ അതുപോലെ നശിപ്പിക്കാനോ കഴിയില്ല. ആറ്റത്തെ എന്ത് ചെയ്യാൻ പറ്റൂല? നിർമ്മിക്കാനും പറ്റൂല, നശിപ്പിക്കാനും കഴിയൂല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾ എല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെയായിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണിത്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം എന്താണ്, വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. ഇനി വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലുപ്പത്തിലും ഗുണത്തിലും മാസിലും എന്തായിരിക്കും? വ്യത്യാസമുള്ളവ ആയിരിക്കും. ഇനി നമ്മൾ അമോണിയ എന്ന തന്മാത്ര എടുത്താല് അതില് ഉള്ള ആറ്റങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാല്, നൈട്രജന്റെ ഒരാറ്റം, ഹൈഡ്രജന്റെ 3 ആറ്റം. നൈട്രജന്റെ ഒരാറ്റവും ഹൈഡ്രജന്റെ 3 ആറ്റം, അതായത് NH3 എന്ന് പറയും അല്ലെ. അതാണ് എന്തെന്ന് പറയുന്നത്? അമോണിയ തന്മാത്ര. ഇനി ഓക്സിജന്റെ തന്മാത്ര എടുക്കുകയാണെങ്കിൽ ഓക്സിജന്റെ 2 ആറ്റങ്ങൾ ഉണ്ടാവും. ഇനി ക്ലോറിൻ തന്മാത്ര എടുത്താല് ക്ലോറിന്റെ 2 ആറ്റം ഉണ്ടാവും. മീഥേൻ എടുക്കുകയാണെങ്കിൽ അതിൽ കാർബണിന്റെ ഒരാറ്റവും ഹൈഡ്രജന്റെ 4 ആറ്റവും, CH4 എന്ന് പറയും. കാർബണിന്റെ ഒരാറ്റം, ഹൈഡ്രജന്റെ 4 ആറ്റങ്ങളും ചേർന്നാണ് മീഥേൻ. ഇനിയിപ്പോ ഹൈഡ്രജൻ തന്മാത്രയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഹൈഡ്രജന്റെ എത്ര ആറ്റം ഉണ്ടാവും? 2 ആറ്റം ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താല് കാർബണിന്റെ ഒരാറ്റം ഉണ്ടാവും, ഓക്സിജന്റെ 2 ആറ്റങ്ങളും ഉണ്ടാവും, CO2 അല്ലെ. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അമോണിയ NH3, ഓക്സിജൻ തന്മാത്ര എന്ന് പറയുമ്പോൾ O2, ക്ലോറിൻ തന്മാത്ര Cl2, മീഥേൻ CH4, ഹൈഡ്രജൻ തന്മാത്ര H2, കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? CO2. ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. അതിലെന്താണ്? ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധപദാർത്ഥങ്ങളാണ് എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇവ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. ഇവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ചിട്ട് ഘടകങ്ങളാക്കാൻ പറ്റൂല. ഇനി 2ഓ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് എന്ന് പറയും. 2ഓ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഘടക മൂലകങ്ങളാക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അത്രയും ഓർത്തു വെക്കുക. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് പ്രതീകങ്ങള്, അതൊക്കെ ഒന്ന് നോക്കാം. ഒരു ആശയത്തെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുന്നതിനായി ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ചിഹ്നങ്ങൾ ആശയ സംവേദനം എളുപ്പമാക്കുന്നു അല്ലെ. ഒരു ആശയത്തെ ലളിതമായിട്ടും വ്യക്തമായിട്ടും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കും? ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ചിഹ്നങ്ങൾ ആശയ സംവേദനം എളുപ്പമാക്കും.
ഇതുപോലെ മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിനും എന്ത് ചെയ്യാറുണ്ട്? ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവ പ്രതീകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ മൂലകങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് എന്തെന്ന് പറയുന്നത്? അവയുടെ പ്രതീകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രതീകം മൂലകത്തിന്റെ ഒരു ആറ്റത്തെ സൂചിപ്പിക്കുന്നു. ഒരു പ്രതീകം എന്ന് പറയുന്നത് ആ മൂലകത്തിന്റെ ഒരു ആറ്റത്തെ സൂചിപ്പിക്കുന്നു. അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസീലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ്. അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ബെർസീലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ബെർസീലിയസ്. ഇനി പ്രതീകങ്ങൾ വന്ന വഴികൾ പറയുന്നുണ്ട്. ഹൈഡ്രജൻ എന്ന മൂലകത്തെ H എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഹൈഡ്രജന് H ആണ്, എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും. അതായത് മൂലകത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരമാണ് ഇവിടെ പ്രതീകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മൂലകത്തിന്റെ പേരിന്റെ ആദ്യ അക്ഷരമാണ് ഇവിടെ പ്രതീകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. മൂലകം കാർബൺ, അതിന്റെ ഇംഗ്ലീഷ് പേര് കാർബൺ തന്നെയാണ്. പ്രതീകം C. നൈട്രജൻ, അതിന്റെ പ്രതീകം N. സൾഫർ, അതിന്റെ പ്രതീകം S. ഓക്സിജൻ O. ഇംഗ്ലീഷ് പേരിന്റെ ആദ്യ അക്ഷരത്തോടൊപ്പം മറ്റൊരു അക്ഷരം കൂടി ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കാറുണ്ട്. ആദ്യ അക്ഷരം മാത്രമല്ല, അതിനോടുകൂടി മറ്റൊരു അക്ഷരം കൂടി ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കാറുണ്ട്. രണ്ടക്ഷരങ്ങളുള്ള പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നതിന് കൂടുതൽ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം Al അല്ലെ, ക്ലോറിൻ Cl, ക്യൂറിയം Cm ആണ് കേട്ടോ. ക്യൂറിയത്തിന്റെ പ്രതീകം അറിയാത്തവരുണ്ടാവും, Cm. ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ എമ്മും. Cm എന്നുള്ളതാണ് ക്യൂറിയം. കാൽസ്യം Cm. ഹീലിയം എന്ന മൂലകത്തെ സൂചിപ്പിക്കുന്നതിന് He പ്രതീകമായി ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷ് പേരിന്റെ ആദ്യ അക്ഷരം മാത്രമല്ല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ചില മൂലകങ്ങൾക്ക് അവയുടെ ലാറ്റിൻ പേരിൽ നിന്നാണ് പ്രതീകങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്യുക. ചില മൂലകങ്ങൾക്ക് എന്താണ്, അവയുടെ ലാറ്റിൻ പേരിൽ നിന്നാണ് പ്രതീകങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതേതൊക്കെയാണ്? സോഡിയം. സോഡിയത്തിന്റെ പ്രതീകം നമുക്കറിയാം Na എന്നുള്ളതാണ്. ക്യാപിറ്റൽ ലെറ്റർ N ഉം സ്മോൾ ലെറ്റർ എയും. പക്ഷേ സോഡിയം അതിന്റെ ലാറ്റിൻ പേരിൽ നിന്നാണ് അതിന് പ്രതീകം ലഭിച്ചിട്ടുള്ളത്. അതായത് നാട്രിയം എന്നാണ് ലാറ്റിൻ പേര്, സോഡിയത്തിന്റെ ലാറ്റിൻ പേര്. പൊട്ടാസ്യം ആണെങ്കിൽ കാലിയം എന്നുള്ളതാണ് ലാറ്റിൻ പേര്, അതിന്റെ പ്രതീകം K ആണ്. ഇരുമ്പിൻ്റെത് ഫെറം എന്നാണ് ലാറ്റിൻ പേര്, Fe എന്ന് സൂചിപ്പിക്കുന്നു. സ്വർണം ഓറം, Au എന്നാണ് പ്രതീകം. കോപ്പർ കുപ്രം, Cu എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സോഡിയം, നാട്രിയം, പൊട്ടാസ്യം, കാലിയം, ഇരുമ്പ്, ഫെറം, സ്വർണം, ഓറം, കോപ്പർ, കുപ്രം. ഓക്കെ, അതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ ആണ് ഇവിടെ പ്രതീകമായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി മൂലകങ്ങൾക്ക് പേര് വന്ന വഴികൾ. ഫ്രാൻസിയം, ഐൻസ്റ്റീനിയം എന്നീ മൂലകങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഫ്രാൻസ് എന്ന രാജ്യത്തെയും ഐൻസ്റ്റൈൻ എന്ന ശാസ്ത്രജ്ഞനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, ഫ്രാൻസിയം, ഐൻസ്റ്റീനിയം എന്നീ മൂലകങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫ്രാൻസ് എന്ന രാജ്യത്തെയും ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനെയും സൂചിപ്പിക്കുന്നു. രാജ്യം, ശാസ്ത്രജ്ഞൻ എന്നിവ മാത്രമല്ല, നിറം, ഗ്രഹം, ഉപഗ്രഹം, വൻകര തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് മൂലകങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ട്. എന്താണ്? രാജ്യം, ശാസ്ത്രജ്ഞൻ എന്നിവ മാത്രമല്ല, നിറം, ഗ്രഹം, ഉപഗ്രഹം, വൻകര തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് മൂലകങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ട്. ഇനി മൂലകങ്ങളുടെ വർഗീകരണം. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള 118 മൂലകങ്ങളാണ് ഉള്ളത്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് എത്ര മൂലകങ്ങളാണെന്ന് ചോദിച്ചാൽ എത്ര പറയും? 118. ഇവയിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ മൂലകങ്ങളുണ്ട് അല്ലെ. നാച്ചുറൽ ആയിട്ടുള്ളതും അല്ലാതെ മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള മൂലകങ്ങൾ ഉണ്ട്. ഓരോ മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ച് പ്രത്യേകമായി പഠിക്കുക വളരെ പ്രയാസമാണ്. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ വർഗീകരിച്ച് ക്രമപ്പെടുത്തിയാൽ പഠനം എളുപ്പമാകും. അപ്പൊ എങ്ങനെ പഠിക്കുക? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ വർഗീകരിച്ച് ക്രമപ്പെടുത്തിയാൽ ഈ പഠനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാ പറയണത്? ഈസി ആക്കാനായിട്ട് പറ്റും. ഇനി അതിന് നമുക്കിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആവർത്തന പട്ടിക അല്ലെ, പീരിയോഡിക് ടേബിൾ. നോക്കാം നമുക്ക് എന്താ അതിൽ പറയണത്.
മൂലക വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ. മൂലക വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ നടത്തിയവരിൽ ഒരാളാണ് ലാവോസിയ. അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. അപ്പൊ പഠിക്കാനായിട്ടുള്ള ഇതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മൂലകങ്ങളെ എന്ത് ചെയ്തു, ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ആര് വർഗീകരിച്ചു? ലാവോസിയ. അപ്പൊ മൂലക വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ നടത്തിയവരിൽ ഒരാളാണ് ലാവോസിയ. അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നിങ്ങനെയും വർഗീകരിച്ചു. അന്റോയിൻ ലാവോസിയ. ഇനി മറ്റൊരാളാണ് ഡോബറൈനർ. ഡോബറൈനർ മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഡോബറൈനർ എന്താ ചെയ്തത്? മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 വീതമുള്ള ഗ്രൂപ്പുകളാക്കി. 3 ഗ്രൂപ്പുകളിലും ഒരേ ഗുണങ്ങൾ ഉള്ളത് ഓരോന്നോരോന്നാക്കിയിട്ട് അങ്ങനെ 3 ഗ്രൂപ്പാക്കി തിരിച്ചു. ഈ ഗ്രൂപ്പുകൾ ത്രികങ്ങൾ എന്ന പേരിൽ അല്ലെങ്കിൽ ട്രയാഡ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ ആറ്റോമിക മാസ് മറ്റ് 2 മൂലകങ്ങളുടെ ആറ്റോമിക മാസിന്റെ ഏകദേശ ശരാശരിയാണെന്ന് ഇദ്ദേഹം സ്ഥാപിച്ചു. ത്രികങ്ങൾ എന്ന് പറയുമ്പോൾ 3 ഗ്രൂപ്പായിട്ട് അതില് മധ്യത്തിലുള്ള മൂലകത്തിന്റെ, ഈ ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് മറ്റ് 2 മൂലകങ്ങളുടെ ആറ്റോമിക മാസിന്റെ ഏകദേശ ശരാശരിയാണെന്ന് ഇദ്ദേഹം സ്ഥാപിച്ചു. എന്നാൽ ഏതാനും മൂലകങ്ങളെ മാത്രമാണ് ഈ രീതിയിൽ വർഗീകരിക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ അന്റോയിൻ ലാവോസിയ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും പിന്നെ ത്രികങ്ങൾ അല്ലെ എന്ന് ത്രികങ്ങൾ എന്ന പേരിൽ ആരും വർഗീകരിച്ചു? ഡോബറൈനറും വർഗീകരിച്ചു.